അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ് കേട്ടോ. ആക്ച്വലി ഐഡിയ ഒന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേണ്. നമുക്ക് വീട്ടിൽ നമ്മൾ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇച്ചിരി വേപ്പില പച്ചമുളക് മല്ലിയില പുതിനയില പിന്നെ ഇച്ചിരി ചിക്കൻ എടുത്തിട്ടുണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോകണ്ടോ. മിക്സിയിലിട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് അരച്ചെടുക്കാം ഗൈസ്. നമുക്ക് കുരുമുളക് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണം, അതുകൊണ്ട് എല്ലാം ഇൻഗ്രീഡിയൻസ് നാളെ കുറച്ചുണ്ടാവുന്നത്. വേപ്പില പച്ചമുളക് പിന്നെ മല്ലിയില പുതിനുള്ള ഗൈസ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. സോ ഗൈസ് നമ്മൾ സവാള അരിയണം കേട്ടോ. നമുക്ക് സവാള അരിയാൻ കുനുകുനാന്ന് അരിയണം ഗൈസ്. നമുക്ക് സവാള അപ്പോൾ സോ ഗൈസ് നമ്മൾ ഇന്ന് ചിക്കൻ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ശരിക്കും ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അരച്ചെടുക്കണം ഗൈസ്. എന്നാലും മസാല കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഗൈസ്. നമ്മൾ ചിക്കനൊക്കെ ഫുൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ള മസാല മസാല അല്ല, നമുക്ക് മാവ് റെഡിയാക്കണം കേട്ടോ. പിന്നെ മൈദപ്പൊടി എടുത്തേക്കണം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ, ഇനി കുറച്ചും കൂടെ മൈദപ്പൊടി ഇടണം. നമ്മൾ ഇതിനുള്ള മാവ് ഞാനൊക്കെ റെഡിയാക്കി കേട്ടോ. ഇനി കുറച്ച് റെസ്റ്റ് വെക്കണം. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാലാസൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ ചട്ടി വെച്ചിട്ടോ നമ്മൾ ഇനി ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. അത് മതി. നമ്മൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കണ്ടോ. കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. പെട്ടെന്ന് വാടി കിട്ടും ഗൈസ്. നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കുറച്ച് ഗൈസ്. അപ്പം തന്നെ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനയില കുരുമുളക് അരച്ചൊക്കെ ചേർക്കണം. ചേർത്ത് കൊടുക്കാൻ മതി ഗൈസ്. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇച്ചിരി മതി മഞ്ഞപ്പൊടി ഇട്ട്. അപ്പം കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മതി കേട്ടോ. മുളക് പൊടി അപ്പം കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. അപ്പം ലാസ്റ്റായിട്ട് മസാലപ്പൊടിയും കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് പറഞ്ഞു കേട്ടോ. ഇച്ചിരി മതി. നമ്മൾ ചിക്കൻ അരച്ച് വെച്ചാണോ. ചിക്കൻ അരച്ച് വെച്ചാൽ അതിൻ്റെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മൾ വെള്ളമൊക്കെ ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടോ. നമുക്കിനി ഒന്ന് മൂടി വെക്കാം ഗൈസ്. മൂടി ചോദിക്കാം ഗൈസ്. നിൽക്കുന്ന മാവൊന്ന് നോക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഗൈസ്. നന്നായിട്ടൊന്ന് പരത്താം. ഇപ്പോൾ ഗൈസ് നമുക്ക് കറക്റ്റ് ആ ഒരു ലെയറിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്ക് കറക്റ്റ് ആ ഒരു ലെയറിൽ അടിച്ചാൽ ഗൈസ് നമുക്ക് കറക്റ്റ് ആ ഒരു കിട്ടും. ഇനി നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു കറിപ്പാത്രത്തിൻ്റെ പാത്രം കൊണ്ട് കറക്റ്റ് റോൾ ചെയ്യണം. ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ 3 കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് 3 കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടോ കണ്ടോ കറക്റ്റ്. ഇത് കുറച്ച് ഇട്ട് പോയി, കുഴപ്പമില്ല ഗൈസ്. കണ്ടോ. ഓക്കെ 2 കിട്ടി. നമുക്ക് 3ാമത്തെ ജസ്റ്റ് ഇതാക്കി നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് മോമോസിന് ഇടാനുള്ള ഒരു ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് വൈഡാക്കിയിട്ട് നമുക്ക് മസാല ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇതിനകത്തേക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം ഗൈസ്. സോ ഗൈസ് അപ്പം നമുക്ക് ഈ ഫില്ലിങ്സ് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിങ്സ് വെച്ച് ഇട്ട് കൊടുക്കണേ. കുറച്ച് മതി ഗൈസ്, എന്നാലേ നമുക്ക് ഈ ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് വലിയ ധാരണയില്ല. നമുക്ക് നോക്കാം ഗൈസ് ഇതുപോലെ ആവും. നമ്മൾ വെള്ളം വെച്ചോട്ടെ. നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെള്ളം കണക്ക് വെച്ചു. അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതിലാണ്ടോ നമ്മൾ സ്റ്റീം ചെയ്യണത്. അപ്പോൾ മോമോസ് കൂടി ഇപ്പോഴും നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി വെക്കാം ഗൈസ്. ഇത് തട്ട് വെച്ചിട്ട് നമുക്ക് കയറ്റി വെക്കാം ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഓരോ നേരത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഇത് വെച്ച് കൊടുക്കണം ഗൈസ്. നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് എത്ര ടൈമിങ് വന്ന് ഒരു 10-20 മിനിറ്റ് മതിയായിരിക്കും ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ ഫുള്ള് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. അടച്ചു വെച്ചിട്ട് ആവി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ മോമോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോമോസ് ഇപ്പോൾ റെഡി ആയിട്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്.
നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ട്രൈ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ടൈം ആക്ച്വലി ട്രൈ ചെയ്യണത്. കഴിച്ചോടെ ഉണ്ടാവുക. കുഴപ്പമില്ല, ടേസ്റ്റിങ് ആളൊക്കെ ഉണ്ട്. നമ്മൾ ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ അതുപോലെ കേൾക്കുമല്ലോ, വീട്ടിൽ പുറത്തുനിന്ന് മേടിക്കാത്ത അത്രയ്ക്ക് ആയിരിക്കുമല്ലോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാന്നുള്ള കേസ്. ഇപ്പോൾ നമുക്ക് കൊണ്ടോട്ടോ ഗൈസ്, അടിപൊളി സാധനം കാര്യങ്ങളൊക്കെ അറിയും, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.